ഉറങ്ങിയാലും എണീറ്റാ റോഡ് കംപ്ലീറ്റ് പശു. ഈ പശു നായി അല്ലാതെ ഈ റോഡിൽ വേറെ ഒരു സാധനമില്ല. അപ്പൊ നമ്മള് പിന്നെ നേപ്പാൾ ബോർഡർ എടുക്കാൻ വേണ്ടി പോവാന്ന്. എടുക്കാൻ വേണ്ടിട്ടല്ല, ഇനി ഒരു 10-600 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ വേണ്ടി പോകുന്നു. മൻസൂറേ, പിന്നെ നീ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നേപ്പാളിലേക്ക് വരുന്നത്? സെക്കൻഡ്. പിന്നെ വേറെ ഒരുത്തനും കൂടി ഉണ്ടല്ലോ, മിണ്ടാത്തൂട്ടി. റോഡ് പോയിട്ടാ, റോഡ് വളരെ മോശമായിരിക്കുന്നുണ്ട്. വളരെ ശോകമായിട്ടുള്ള റോഡായി. ഇത്രയും നേരം നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലൂടെയല്ല തിന്നേണ്ട സാധനം പറ്റുന്നത്. രാവിലെ 8:45 കുഴലപ്പം. മൻസൂറിന്റെ പെങ്ങന്മാർ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് കുഴലപ്പം. കുഴലപ്പം മാത്രല്ല, വേറെ എന്താ കേക്കില്ലേ, ആ സഞ്ചി ഒന്ന് കാണിച്ചെടുത്ത അത് തേച്ച് തിന്നു തീർക്കേണ്ടതാ നമ്മള്. പല്ലിയേക്കാണ്ട് കുഴലപ്പം തിന്നാ നല്ല ടേസ്റ്റാ. ഉറങ്ങാണ്ടു അല്ലെ, അന്നെ ഉറങ്ങാണ്ടു സഞ്ചി നോക്കി പിടിച്ചാണ്ട് ഇതേച്ചും തിന്നു തീർക്കണം. രണ്ട് കോയലപ്പം അങ്ങ് തിന്നോളാം. നല്ല സൗണ്ട് ഉണ്ട്. ഏലക്കുടി ആട്ടാ ഞാൻ പോണ്ടേ. രണ്ട് കോലപ്പം തിന്നാ കുറച്ച് വെള്ളവും കുടിക്കുക. ഇതിന്റെ കാര്യം പിന്നെ പറയാ വേണ്ട. നമുക്ക് അങ്ങനെ ഒരു വല്ല ഫുഡിന്റെ അകത്ത് അങ്ങനെ അബദ്ധമൊന്നും പറ്റിയില്ല ഇതുവരെയായിട്ട്. ദാൽ ഫ്രൈ, പരിപ്പ് കറിയോ റൊട്ടിയോ? പരിപ്പ് കറിയും റൊട്ടിയോ. പക്ഷെ നീറ്റില്ലപ്പാ. ആ കൊണ്ടുവന്ന് തന്നെ പ്ലേറ്റ് കണ്ടിട്ടേ അതിൻ്റെ അത് പ്രാണി. അടുത്തത് ആ കേക്ക് ഉണ്ട്, നല്ല അടിപൊളി കേക്ക്. പല്ല് എനിക്ക് ഈ പല്ലിയെ കണ്ട് സാധനം തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ? എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. ഞാൻ പല്ലേച്ചില്ല, എനിക്ക് പൊട്ടും കറിയും മതിയെന്ന് പറഞ്ഞാലോ നല്ല കേക്ക്. ഇത് മനസ്സിലെ പങ്കന്മാരുണ്ടാക്കിയതാണ്, അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം, എടാ നമ്മള് പനാജി റോഡ് പിടിക്കുമ്പോ അല്ല അല്ലേ അന്റെ പശു പശുവിന്റെ കാര്യം പറയുമ്പോ രാത്രി നമ്മള് വണ്ടി ഓടിക്കുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പനാജി റോഡിലായിരുന്നു, നല്ല റോഡാണ്. റോഡിൽ പക്ഷെ ലൈറ്റ് വളരെ കുറവായിരുന്നു. നമ്മളെ കാറിന് വലിയ ലൈറ്റൊന്നുമില്ല, ലോങ് വിസിബിലിറ്റി വളരെ കുറവാണ്. അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു. പെട്ടെന്നൊരു പശു മുന്നിൽ എന്താ ചെയ്യാ, എന്താ വായത്തിന് അടിച്ചിട്ടില്ല അല്ലേ, വെട്ടിക്കാൻ വേണ്ടി പറ്റി. അവിടെ ഈ പശുവിനെ പോലെയുള്ള സാധനങ്ങൾ എപ്പോൾ ഈ റോഡിലുണ്ട്. ഇപ്പം നമ്മൾ യു പി എത്താൻ വേണ്ടി പോകുന്നത്, ഈ മധ്യപ്രദേശിലും നമ്മൾ മഹാരാഷ്ട്ര, കർണാടക എല്ലായിടയും പശു തന്നെ, ഫുൾ റോഡിൽ പശു തന്നെ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു കാറ് പശുവിനെ അടിച്ചിട്ട് പശു എത്തിയിട്ടുണ്ട്. കാറിന് കാര്യമായിട്ട് പറ്റും. അപ്പോൾ രാത്രിയെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ എന്തായാലും റോഡിലുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ വീട്ടിലൊന്നും അല്ലായിരിക്കും പശു ഉണ്ട്, എല്ലാം റോഡിലാവും. അപ്പോൾ രാത്രിയെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ഇപ്പം നമ്മളായാലും റോഡിൽ ഇപ്പം ഫുൾ പശു കടന്നിട്ട് തന്നെയാണുള്ളത്. അടുത്ത പശു ഇവിടെ ചെത്ത് കിടക്കുന്നു. ഇപ്പം അടിച്ചല്ലേ, ചെത്തില്ല. അപ്പോൾ മധ്യപ്രദേശിന്റെ നടുക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം, മധ്യത്തിലൂടെ. ഇനി യു പി നമ്മൾ സൊനാലി ബോർഡറിലേക്ക്, നേപ്പാൾ സൊനാലി ബോർഡറിലേക്ക് ഒരു 600 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട്. പിന്നെ മൻസൂർ ഇത് 2ാമത്തെ തവണയാണ് നേപ്പാളിലേക്ക് വരുന്നത്. സന്ദീപ് ഇത് 2ാമത്തെ തവണയാണ് നേപ്പാളിലേക്ക് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാർ എടുത്ത് നേപ്പാളിലേക്ക് പോകുന്നത് അല്ല? എന്താ
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് മൊത്തത്തില്? വണ്ടർഫുൾ എക്സ്പീരിയൻസ് മാൻ. പിന്നെ ബാക്കി പറ. എന്താ പറയുന്നത്, സൂപ്പർ സംഭവല്ലേ എന്താ പറയുന്നത്. ആളെ അടിപൊളി. ആൾക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാരും പറയുന്നത് ഇവിടുന്ന് വണ്ടി രാത്രി ഓടിക്കാൻ പാടില്ല അങ്ങനെ പറയുന്നുണ്ട്. നമ്മള് രാത്രിക്ക് തന്നെ വണ്ടി ഓടിച്ചിന്. കാരണം നമുക്ക് രാവിലെ വണ്ടി ഓടിച്ചാൽ മാത്രമേ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മളെ ട്രിപ്പ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോ നമുക്കങ്ങനെ മോശം അനുഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് മുംബൈ നാഗ്പൂർ റൂട്ടായിരുന്നു അല്ലേ? മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേ സൂപ്പർ റൂട്ടായിരുന്നു. സൂപ്പർ റൂട്ടായിരുന്നു. 600 എത്ര പൈസ? 570. 650. അത് 650 രൂപ ടോൾ അടച്ചാൽ സാറില്ല. 360 കിലോമീറ്റർ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മൾ പിടിച്ചിട്ടില്ലേ. അതിന് നമുക്ക് വലിയൊരു ദൂരം കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ. മാത്രല്ല ആ റൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും സിമ്പിളായിട്ടും ഫാസ്റ്റസ്റ്റ് ആയിട്ടും നമുക്ക് പിന്നെ നാഗ്പൂർ ഓടിക്കാൻ വേണ്ടി പറ്റുന്ന റൂട്ടും കൂടിയാണ്. അതെ അതെ. പിന്നെ മൻസൂറെ, പിന്നെ നമുക്കിപ്പം ബൈ റോഡ് അല്ല ഇപ്പം ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിനെല്ലാം നമ്മൾ നേപ്പാൾ പോകുന്നതാണെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റുക? ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടുന്ന് പിന്നെ സൊനാലി ബോർഡറിലേക്ക് ബൈ റോഡ് ബസ്സിന് പോകണം. ബൈ റോഡ് ബസ്സിന് കിട്ടും അല്ലേ? ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, എന്നിട്ട് സൊനാലി ബോർഡറിലേക്ക് ബസ്, അല്ലെങ്കിൽ സിലിഗുരി ആ ഭാഗത്തേക്ക് പോയിട്ട് അതിലേക്ക് കൂടി കയറാം. കുറെ ബോർഡർ ഉണ്ട്, നമുക്ക് ഇന്ത്യക്കാർക്ക് കയറാൻ പറ്റും. ഇന്ത്യക്കാർക്ക് ഇപ്പൊ നേപ്പാളിൽ കയറുന്നതിന് വേറെ വിഷയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, വണ്ടിക്ക് മാത്രം പേപ്പേഴ്സ് റെഡിയാക്കണം, പേപ്പറും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ടോളാണ്. ടോളിന്റെ കാര്യം വളരെ ശോകമാണ്. ഫാസ്ടാഗ് ഉണ്ടെങ്കിലും ഫാസ്ടാഗ് റീഡ് ആകാത്തൊരു വല്ലാത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ആക്സിസ് ബാങ്കിന്റെ ഫാസ്ടാഗാണ് എൻ്റെ വണ്ടിക്ക് എടുത്തത്. പക്ഷേ എങ്കിൽ എന്താ പറയാ, അത് വളരെ സ്ലോ ആണെന്ന് പറഞ്ഞാല് റീഡ് ആകുന്നില്ല. വണ്ടി അവിടെ മുന്നോട്ട് കൊണ്ടുവച്ചാലും റീഡ് ആകുന്നില്ല. ബാക്കോട്ട് എടുക്കുക, മുന്നോട്ട് എടുക്കുക, ഇതന്നെ പരിപാടി. അതൊരു ഭയങ്കര കഷ്ടമാണ്. അതെന്താ വെച്ചാൽ അതിന്റെ വിഷയം എന്താ വെച്ചാല് വണ്ടിയുടെ നമ്പറിലല്ല, ഇത് ചേസ് നമ്പറിലാണ് ഫാസ്ടാഗ് എടുത്തത്. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വന്നു. വണ്ടിയുടെ നമ്പർ സിസ്റ്റത്തിൽ അവർക്ക് അവിടുന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഫാസ്ടാഗിന്റെ ഇത് റീഡാക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോ ചേസ് നമ്പർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ, RC അവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ചേസ് നമ്പർ എടുത്തു കൊടുക്കേണ്ട അവസ്ഥ. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അത് സംഭവം കമ്പനിക്കാർ വണ്ടി രജിസ്റ്റർ ചെയ്തതിന് മുമ്പേ ഈ ഫാസ്ടാഗ് എടുത്ത പ്രശ്നമാണ്. അവര് വേഗം അവർ പണി നിർത്തുന്നതാണ്. അതെ, കാരണം വണ്ടി ഇപ്പൊ നമുക്ക് വെച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്യുന്നുള്ളൂ. ആ രജിസ്റ്റർ അന്ന് ഈ സാധനം ഫാസ്ടാഗിന് രജിസ്റ്റർ കൊടുത്ത് നടത്തിയാൽ മതി അവർക്ക്. പക്ഷെ അവര് വേഗം എളുപ്പം തീർക്കാൻ വേണ്ടി, അവര് ബാധ്യത ഒഴിവാക്കാൻ വേണ്ടി വേഗം ചേസ് നമ്പർ ഇങ്ങനെ ഓരോ അവസരം വരുമ്പോ അത് കസ്റ്റമേഴ്സിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. നമ്മള് ഫാസ്ടാഗിൽ ഏറ്റവും വേഗം നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് ഫാസ്ടാഗും മറ്റു കാര്യങ്ങളിലും ഒട്ടിച്ചത്. പക്ഷെ ഇത് ആടെ എത്തിയിട്ട് ഫാസ്ടാഗ് റീഡ് ആകാണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറെ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് വളരെ കഷ്ടമുള്ള കാര്യം. അപ്പൊ നമ്മളെ ട്രിപ്പിങ്ങനെ ഫാസ്ടാഗ് പോലെ നമുക്ക് 5 മിനിറ്റ് പോരാ, 10 മിനിറ്റ് അടുത്ത് ചിലവാകുന്നുണ്ട്, വേസ്റ്റ് ആവുന്നുണ്ട്. രാത്രിയെല്ലാം ഫാസ്ടാഗിൽ അത്രയും ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യില്ല. അവര് അപ്പുറം ഇപ്പുറം ഓടണം. ഈ ഫാസ്ടാഗ് അപ്പുറത്ത് കൊണ്ടുപോയി ചെറിയ സ്കാനിങ് മെഷീൻ ഉണ്ട്, അത് അപ്പുറം കൊണ്ടുപോയിട്ട് കാണിക്കണം, ഇപ്പുറം കൊണ്ടുപോയിട്ട് കാണിക്കണം. എല്ലാ ഫാസ്ടാഗും ഈ ഫാസ്ടാഗ് മാത്രമല്ല, ചില ഫാസ്ടാഗുകൾ വളരെയധികം വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നു ലോറിന്റെ മാത്രമേ പിന്നെ വിഷയമില്ലാണ്ടില്ലൂ അല്ലെ? കറക്റ്റ് സെൻസറിൽ കിട്ടുന്നത് അവരത് മാത്രമേ വിഷയമില്ലാണ്ടില്ലൂ. മോനെ പറയണ്ട മോനെ, വണ്ടിയിലും പെരുന്നാളുമ്പോ പേടിയാണെന്നത്. ആൾക്കാർ ക്രോസ് ചെയ്യുന്നത് പശു ആള് ഒരേ മാറ്റമില്ല. ഒറ്റ വണ്ടിക്ക് മിററും ഇല്ല, ഹെൽമെറ്റ് ഇല്ല, വരുന്നത് റോങ് സൈഡ്. നേരത്തെ തന്നെ നമ്മളെ ഒരു ലോറി വരുന്നുണ്ടല്ലേ, എന്താ രാത്രിക്കാരാണെങ്കിൽ അത് സിറ്റിയും നമുക്ക് ഫുൾ സിറ്റി തന്നെയാണ്. ഇത് ഫുൾ സിറ്റി തന്നെ, പക്ഷെ പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പുറം ഇപ്പുറം ആൾക്കാരും തിരക്കും, അതേപോലെ ഒരു വീട്ടിൽ